സൺഡേ ആയിട്ട് രാവിലെ ഒരു 10:30 ആയ സമയത്ത് ഞാനും സജീഷേട്ടനും കൂടെ ദേ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണേ. വീടിന് തൊട്ടടുത്തുള്ള ഷോപ്പിലാണ് പോകുന്നത്. അവിടെ 1-2 ഷോപ്പുകളുണ്ട് ഇതുപോലെ മീനും ചിക്കനും ഒക്കെ കിട്ടുന്നതായിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. വേറെ ഹോൾസെയിൽ മാർക്കറ്റും ഉണ്ട്, അവിടെയും നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് അവിടെ പോകാനായിട്ട് സമയം കിട്ടാത്തത് കൊണ്ട് നമ്മൾ വീടിനടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ചോദിക്കാറുണ്ട്, ഫ്രഷ് മീനൊക്കെ അവിടെ കിട്ടുമോ, എങ്ങനെയാണ് എന്നൊക്കെ. നമുക്കിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. എല്ലാ മീനുകളും കിട്ടും കേട്ടോ. നമ്മളിപ്പം ഏതെങ്കിലും മീൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ വരുത്തിയായാലും തരും. അപ്പോൾ ഇതേ നമ്മളവിടെ വന്നിട്ട് കുറേ മീനുകൾ, പേരറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് മത്തിയാണോ ഇവിടെ എല്ലാവർക്കും കുറച്ചും കൂടെ താല്പര്യം. അതുകൊണ്ട് നമ്മൾ മത്തി വാങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് അവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് തരും. ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. ഇവിടെ എല്ലാം മട്ടനും എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ മട്ടനൊന്നും അങ്ങനെ വാങ്ങാറില്ല, നമ്മൾ ഫിഷാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിഷൊക്കെ വാങ്ങിയത്. കരിമീനൊക്കെ ഇരിക്കുന്നതുണ്ടോ, എത്രത്തോളം ഫ്രഷാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ മത്തി അത്യാവശ്യം ഫ്രഷായിരുന്നു. അപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വരുന്ന നേരമായതുകൊണ്ട് കുറേ മലയാളി ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ ഉണ്ടായിരുന്നു മീൻ വാങ്ങാനായിട്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള മദർ ഡയറിയിൽ നിന്ന് ഒരു ലസ്സിയും അതുപോലെ തന്നെ തൈരും വാങ്ങിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അപ്പം വീട്ടിലായാലും വെളുത്തുള്ളി തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് നമ്മൾ വെളുത്തുള്ളി വാങ്ങി 1/4 കിലോ ആണ് വാങ്ങിയത്. ഇവിടെ 1 പാവം എന്നാണ് പറയുന്നത് 1/4 കിലോയ്ക്ക്. അപ്പം 1 പാവിന് 30 രൂപയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അതും വാങ്ങിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് ഇങ്ങ് വരുമായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് പിന്നെ സതീഷേട്ടൻ എന്നോട് ചോദിച്ചു, സൺഡേ ആയതുകൊണ്ട് നമുക്കിവിടെ പഫ്സ് വരുന്ന ദിവസമാണ്. നമ്മുടെ നാട്ടിലെ പഫ്സില്ലേ, എഗ്ഗ് വെച്ചത്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ അടുത്തുള്ള മലയാളി കടയിൽ വരും. ഇവിടെ സൺഡേയിൽ മാത്രമേ വരത്തുള്ളൂ കേട്ടോ. പിന്നെ അതൊരു 11 മണി ആകുമ്പോഴത്തെ അല്ലെ 12 മണിക്കുള്ളിൽ അത് തീരുകയും ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ പഫ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. പഫ്സ് മാത്രമല്ല, ഇതുപോലെ പാക്കറ്റിനകത്ത് ഉണ്ണിയപ്പവും അതുപോലെ വട അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും പഫ്സൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് ഇപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ കുറേ നാളായി കേട്ടോ കഴിച്ചിട്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ വാങ്ങിയപ്പോഴത്തേന് എനിക്കൊന്ന് വയറ് ശരിയല്ലായിരുന്നുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പം ഒരു 3-4-5 മാസത്തിന് ശേഷം ഇപ്പോഴാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം തന്നെ ഒരു പഫ്സ് എടുത്ത് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ.